അപ്പോൾ അതിന് വേണ്ടിയിട്ട് u1 u2 u3 നമുക്ക് തന്നിട്ടുണ്ട്. സോ k1 ഇൻറ്റു u1ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 100 പ്ലസ് k2 ഇൻറ്റു u2 എന്താണ് 110 പ്ലസ് k3 ഇൻറ്റു u3ക്ക് പകരം 111 ഈക്വൽ ടു ഇവിടെ 0 എന്ന് പറഞ്ഞാൽ 0 വെക്ടറാണ്. R3യിലെ 0 വെക്ടറിൻ്റെ ഫോം 0 0 0. അപ്പോൾ k1 ഇൻറ്റു 100 പ്ലസ് k2 ഇൻറ്റു 110 പ്ലസ് k3 ഇൻറ്റു 111 ഈക്വൽ ടു 0 0 0 എന്ന് കിട്ടി. ഇതിന് എക്സ്പാൻഡ് ചെയ്താൽ എന്താ വരിക k1 0 0 പ്ലസ് k2 0 പ്ലസ് ഇതുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ k3 ഈക്വൽ ടു 0 0 0. R3യിലെ വെക്ടേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് കമ്പോണൻറ്റ് വൈസ് ആണ്. അപ്പോൾ k1 ഇതിലത്തെ ഫസ്റ്റ് കമ്പോണൻറ്റ് k2 ദെൻ k3. അപ്പോൾ k1 പ്ലസ് k2 പ്ലസ് k3 ഈക്വൽ ടു ഇവിടെ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് 0. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി k1 പ്ലസ് k2 പ്ലസ് k3 ഈക്വൽ ടു 0. സെക്കൻഡ് കമ്പോണൻറ്റ് 0 പ്ലസ് k2 പ്ലസ് k3. അപ്പോൾ k2 പ്ലസ് k3 ഈക്വൽ ടു സെക്കൻഡ് കമ്പോണൻറ്റ് 0. അടുത്തൊരു ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ k1 ഇൻറ്റു 0 0 പ്ലസ് ഇവിടുത്തെ കമ്പോണൻറ്റ് 0 ആണ്. അപ്പോൾ 0 പ്ലസ് k3 ഈക്വൽ ടു 0. അപ്പോൾ 3 ഇക്വേഷൻ കിട്ടി അല്ലേ. k1 പ്ലസ് k2 പ്ലസ് k3 0, k2 പ്ലസ് k3 0, k3 0. ഈ k3 ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൽ കൊടുത്താൽ എന്ത് വരും k2 പ്ലസ് 0 ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് k2 0. അപ്പോൾ k2 0 എന്ന് കിട്ടി, k3 0 ആണ്. ഇനി k2ൻ്റെയും k3ൻ്റെയും വാല്യൂ എവിടെ കൊടുക്കുക ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് k1 എങ്ങനെ കണ്ടുപിടിക്കാം k1 ഈക്വൽ ടു ഇതിൽ അങ്ങോട്ട് പോകുമ്പോൾ -k2 -k3 അല്ലെങ്കിൽ k2 പ്ലസ് k3ക്ക് നമുക്ക് വാല്യൂ 0 എന്ന് കൊടുക്കാം. അപ്പോൾ k1 പ്ലസ് 0 ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് k1 ഈക്വൽ ടു 0. നമുക്ക് എന്ത് കിട്ടി k1 u1 പ്ലസ് k2 u2 പ്ലസ് k3 u3 ഈക്വൽ ടു 0 ഇംപ്ലൈസ് k1 0 k2 0 k3 0. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും കോൺസ്റ്റൻസ് 0, അതായത് k1 k2 k3 0 ആയാൽ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ എന്നാണ്. ദാറ്റ് മീൻസ് u1 u2 u3 എന്ന് പറയുന്ന വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. Therefore set u1 u2 u3 is linearly independent. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് ബേസിസ് ആവുമെന്നാണ്. ബേസിസ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആവണം. ആൻഡ് ഇഫ് എവറി വെക്ടർ ഇൻ വി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്ടേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ വി എന്ന് പറയുന്നത് എന്താണ് R3 ആണ് അല്ലേ. കാരണം നമുക്കിവിടെ ട്രിപ്ലെറ്റ് ആണ് തന്നിട്ടുള്ളത്. സോ വി ഈക്വൽ ടു R3 ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് R3യിലെ ഏത് എലമെൻ്റ് എടുത്താലും u1 u2 u3ൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് R3യിൽ ഒരു എലമെൻ്റ് എടുക്കുക. അപ്പോൾ ഒരു എലമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോം ഇപ്പോൾ 1 2 3 ഇത് R3യിലൊരു എലമെൻ്റ് ആണ്. പക്ഷെ നമ്മൾ ജനറൽ കേസ് വേണം എടുക്കാൻ, കാരണം ഇതൊരു പ്രൂഫ് ആണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ R3യിലൊരു എലമെൻ്റ് ഫോം a1 a2 a3 നമുക്ക് എടുക്കാം. a1 a2 a3 R3യിൽ എലമെൻ്റ് ആയിട്ട് എടുത്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് a1 a2 a3നെ ഏതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതണം u1 u2 u3ൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഴുതി a1 a2 a3 ഈക്വൽ ടു ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ c1 u1 പ്ലസ് c2 u2 പ്ലസ് c3 u3. ഇനി നമുക്ക് ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. a1 a2 a3 is equal to ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ c1 u1 പ്ലസ് c2 u2 പ്ലസ് c3 u3 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് c1 c2 c3 ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് u1 u2 u3 നമുക്കറിയാം, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ c1 ഇൻറ്റു 100 പ്ലസ് c2 ഇൻറ്റു u2ൻ്റെ വാല്യൂ 110 പ്ലസ് c3 ഇൻറ്റു u3ൻ്റെ വാല്യൂ ആണ് 111 which implies equate ചെയ്താൽ എന്ത് വരും ഇത് c1 0 0 then c2 0 c3 c3 ഇതാണ് നമ്മുടെ കമ്പോണൻറ്റ്. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് c1 പ്ലസ് c2 പ്ലസ് c3 ഈക്വൽ ടു ഇവിടെ a1. സെക്കൻഡ് വൺ ഇവിടെ a2 ആണ്. ഇവിടെയോ c1 ഇൻറ്റു 0 0 പ്ലസ് c2 ഇൻറ്റു 1 c2 പ്ലസ് c3 ഇൻറ്റു 1 c3. അപ്പോൾ c2 പ്ലസ് c3 ഈസ് ഈക്വൽ ടു a2. നെക്സ്റ്റ് a3 ഈക്വൽ ടു ഈ കമ്പോണൻറ്റ് 0 ഇതും 0. അപ്പോൾ c3 ഈക്വൽ ടു a3. c3 ഈക്വൽ ടു a3 എന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും c2 ഈക്വൽ ടു c3 അങ്ങോട്ട് പോകുമ്പോൾ a2 മൈനസ് c3. c3ൻ്റെ വാല്യൂ a3 ആണ്. സോ c2 ഈസ് ഈക്വൽ ടു a2 മൈനസ് a3 എന്ന് കിട്ടും. അപ്പോൾ c3 കിട്ടി, c2 കിട്ടി. c1 എന്ന് പറഞ്ഞാൽ എന്താണ് ഈ c2 പ്ലസ് c3 അങ്ങോട്ട് പോകുമ്പോൾ a1 മൈനസ് c2 മൈനസ് c3 വിച്ച് ഇസ് ഈക്വൽ ടു a1 മൈനസ് c2ൻ്റെ വാല്യൂ
A2 മൈനസ് A3 ഇതൊരു ബ്രാക്കറ്റിൽ കൊടുക്കുക മൈനസ് C3ൻ്റെ വാല്യൂ A3 വിച്ച് ഇസ് ഈക്വൽ ടു A1 മൈനസ് A2 ഈ മൈനസും കൂടെ പ്ലസ് A3 മൈനസ് A3 രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ A1 മൈനസ് A2 എന്ന് കിട്ടി. അപ്പോൾ ഓരോ കോൺസ്റ്റൻസിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടി. ഇനി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെർഫോർ A1 A2 A3 ഈക്വൽ ടു C1ന് പകരം നമുക്ക് A1 മൈനസ് A2 ഇൻറ്റു 100 പ്ലസ് C2ന് പകരം A2 മൈനസ് A3 ഇൻറ്റു 110 പ്ലസ് C3ൻ്റെ വാല്യൂ A3 ആണ്. സോ A3 ഇൻറ്റു 111. അപ്പോൾ നോക്കുക A1 A2 A3യുടെ നമുക്ക് എങ്ങനെ എഴുതാം? A1 മൈനസ് A2 ഇൻറ്റു 100 പ്ലസ് A2 മൈനസ് A3 ഇൻറ്റു 110 പ്ലസ് A3 ഇൻറ്റു 111. അതായത് R3യിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും നമുക്ക് U1 U2 U3ൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. സോ U1 U2 U3 എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിസ് ഫോം ചെയ്യും. ഓക്കെ, രണ്ട് കണ്ടീഷനും നമ്മൾ നോക്കി. U1 U2 U3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ്. R3യിലെ ഏത് വെക്ടർ എടുത്താലും അതിനെ U1 U2 U3ൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. സോ U1 U2 U3 എന്ന് പറയുന്ന സെറ്റ് എന്ത് ഫോം ചെയ്യും? ബേസിസ് ഫോം ചെയ്യും. അപ്പോൾ നോക്കുക ഏതിൻ്റെ ബേസിസാണ്? R3ൻ്റെ ബേസിസാണ് ഈ 100 0 110 111 എന്നുള്ളത്. R3ൻ്റെ ബേസിസ് തന്നെയായിരുന്നു ഏത്? 100 010 001. അപ്പോൾ നമുക്കിവിടെ രണ്ട് ബേസിസ് കിട്ടിയില്ലേ R3ക്ക്. അപ്പോൾ അതാണ് അടുത്ത നോട്ട് പറയുന്നത്. എ വെക്ടർ സ്പേസ് മേ ഹാവ് മെനി ബേസിസ്. ഒരു വെക്ടർ സ്പേസിന് ഒരു ബേസിസേ ഉണ്ടാവാൻ പറ്റുള്ളൂ എന്നില്ല. ഒരു വെക്ടർ സ്പേസിന് ഒരുപാട് ബേസിസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയും. ഇതല്ലാണ്ടും R3ക്ക് എന്തുണ്ട്? ബേസിസ് ഉണ്ട്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ബേസിസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ R3ൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് പറഞ്ഞു 100 010 001 ആണെന്ന്. ഇനി R2 അതായത് 2 ഡയമെൻഷനിലാണെങ്കിൽ നമ്മുടെ ബേസിസ് 1001 ആയിരിക്കും. ഓക്കെ, 1001 മൂന്നെണ്ണം ആകുമ്പോൾ 100 അടുത്തത് 010 നെക്സ്റ്റ് 001 എന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ R4 ആകുമ്പോഴോ 1000 ഫസ്റ്റ് കമ്പോണൻറ്റ് 1 നെക്സ്റ്റിൽ. ഇപ്പോൾ R4 എന്ന് പറയുമ്പോൾ സെറ്റിനകത്ത് 4 വെക്ടേഴ്സ് ഉണ്ടാവും. R2 എന്ന് പറയുമ്പോൾ സെറ്റിനകത്ത് 2 വെക്ടർ. R3 പറയുമ്പോൾ സെറ്റിനകത്ത് 3 വെക്ടർ. അപ്പോൾ R4 എഴുതേണ്ടത് 1000 നെക്സ്റ്റ് രണ്ടാമത്തെ എലമെൻറ്റ് 0100 നെക്സ്റ്റ് 0010 അടുത്തത് 0001. ഈ 4 വെക്ടേഴ്സ് അടങ്ങിയ സെറ്റാണ് എന്ത്? R4ൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ്. ഓക്കെ, ഇത് R2, ഇത് R3, ഇത് R4. ഇൻ ജനറൽ Rnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് നമുക്ക് എന്ത് പറയാം? അതിന് നമ്മൾ E എന്നുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. E1 ഈക്വൽ ടു ഫസ്റ്റ് കമ്പോണൻറ്റ് 1 ബാക്കിയെല്ലാം 0. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ബേസിസ് Rnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? n എലമെൻറ്റ്സ് ഉണ്ടാവും. ഫസ്റ്റ് എലമെൻറ്റ് E1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോർഡിനേറ്റ് 1 ബാക്കിയെല്ലാം 0. E2 എന്ന് വെച്ചാൽ സെക്കൻഡ് കോർഡിനേറ്റ് മാത്രം 1 ബാക്കിയെല്ലാം 0. E3 എന്ന് പറഞ്ഞാൽ തേർഡ് കോർഡിനേറ്റ് മാത്രം 1 ബാക്കിയെല്ലാം 0. ഇൻ ജനറൽ En എന്ന് പറഞ്ഞാൽ എല്ലാ ടേമും 0, ലാസ്റ്റ് കമ്പോണൻറ്റ് മാത്രം nth കമ്പോണൻറ്റ് മാത്രം 1. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് അതായത് സെറ്റ് E1 E2 എക്സെട്ര En എന്ന് പറയുന്നതാണ് Rnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ്. ഓക്കെ, H1 H2 Rnലെ ഏതൊരു എലമെൻ്റ് എടുത്താലും Rnലെ എലമെൻറ്റിൻ്റെ ഫോം എന്താണ്? H1 H2 എക്സെട്ര Hn. അപ്പോൾ Rnലെ ഏത് എലമെൻ്റ് എടുത്താലും നമുക്കതിനെ ഈ E1 E2 എക്സെട്ര Enൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് H1 H2 എക്സെട്ര Hn ഇസ് ഈക്വൽ ടു H1 ഇൻറ്റു E1 പ്ലസ് H2 ഇൻറ്റു E2 പ്ലസ് എക്സെട്ര Hn ഇൻറ്റു En. ഏതൊരു വെക്ടർ എടുത്താലും അതിനെ Eൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും.